നമസ്കാരം. ഞാൻ വേണു മഹാദേവ്, അസ്ട്രോളജർ. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വൃശ്ചികക്കൂറിൻ്റെ പൊതുവായ ഫലങ്ങളെല്ലാം പറയണം. പൊതുവായ ഫലമെന്ന് പറയാൻ കാരണം, നേരത്തെ ഞാൻ ജ്യോതിഷ കൈരളിയിലൂടെ നിങ്ങളോട് വ്യാഴമാറ്റം പറഞ്ഞിരുന്നു, രാഹുകേതു മാറ്റം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു വർഷം ഉണ്ടായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും അതെ, വ്യാഴം, രാഹുകേതു, അതുപോലെ ശനി, ഈ 4 ഗ്രഹങ്ങളും മാറുകയുണ്ടായി. ഇനി അതിൻ്റെ ഒരു ഫലം ഏറ്റവും കുറഞ്ഞ ഒരു വർഷം വരെ നമുക്ക് നിലവിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ജാഗ്രത പുലർത്തണം, ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വൃശ്ചികക്കൂറെന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായി കേൾക്കുന്നവർക്ക് അറിയാം, വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, അനിഴം, തൃക്കേട്ട. അപ്പോൾ ഈ ഇത്രയും പേര് വരുന്ന വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് ഇനി വരുന്ന ഒരു വർഷം വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ ജീവിതത്തിൽ സമ്പത്ത്, പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളിലും നമ്മളെ ദൈവാധീനം തരേണ്ടത് വ്യാഴമാണ്. ഈ മാറ്റത്തിൽ വ്യാഴം വൃശ്ചികക്കൂറിന് അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു കുടുംബ പ്രശ്നമോ പ്രശ്നമൊക്കെ ദേവഹിതം നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞാൽ പിന്നെ ഫലം പറയില്ലെന്നാണ്. അതിൻ്റെ കാരണം കബഡി ആരുടിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴമാണ് ദൈവാധീനം. അത് അഷ്ടമത്തിൽ മറഞ്ഞെന്ന് പറഞ്ഞാൽ 8 എന്ന് പറയുന്നത് ദുസ്ഥാനമാണ്. അതായത് രോഗം, മരണം, ദുരിതം, വലിയ മഹാവിപത്തുകളെ ഉണ്ടാക്കുന്ന, അതിനെ ചിന്തിക്കേണ്ട, മരണത്തിന് തുല്യമായ കാര്യങ്ങൾ വരുന്ന എല്ലാം ചിന്തിക്കുന്ന 8 കൊണ്ടാണ്. അവിടേക്കാണ് സർവേശ്വരകാരകനായി നമ്മളെ സദാ സഹായിക്കേണ്ട സർവേശ്വരകാരകനെ വ്യാഴം മറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയുള്ള ഒരു വർഷം വളരെ ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പുലർത്തണം. പ്രാർത്ഥനകൾ മുടക്കരുത്. ധ്യാനം, ക്ഷേത്ര ദർശനം, യഥാശക്തി നമ്മളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ, പ്രത്യേകിച്ചും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്ക് വഴിപാടുകൾ നടത്തിയേ ഇനി ഒരു വർഷം വൃശ്ചികക്കൂറുകാർ മുമ്പോട്ട് പോകാവൂ. അതിൻ്റെ കാരണം, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ അതീവ ജാഗ്രത. അതായത് നമ്മളിപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ പുതിയ പദ്ധതികളൊന്നും ആലോചിക്കരുത്. നമ്മൾ നിലവിലുള്ള നമ്മുടെ ഏറ്റവും ആത്മാർത്ഥ സഹായികളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. സന്താനങ്ങളുടെ കാര്യത്തിൽ അവർ പോകുന്ന വഴികളും അവരുടെ പിന്നെ പ്രധാനപ്പെട്ട കൂട്ടുകാർ അവർ ചെയ്യുന്ന വഴികൾ, അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളിൽ നമുക്കൊരു ശ്രദ്ധയും ജാഗ്രതയും നിരീക്ഷണവും വേണം. അവരുടെ കുഴപ്പമല്ല, സമയത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് വ്യാഴം സന്താനകാരൻ കൂടിയാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ചിന്ത ഉള്ളിലുണ്ടാവണം, നമ്മളെ സമയം അത്ര നന്നല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സമയം നന്നല്ല എന്ന് നമുക്കൊരു ബോധമുള്ളപ്പോൾ നമ്മൾ എല്ലാവരോടും ക്ഷമയോടെയും ഒരു എന്താ പറയുക, എടുത്തുചാട്ടം ഇല്ലാതെയും കുറച്ച് സാഹസികത ഒഴിവാക്കിക്കൊണ്ടും ഇടപഴകുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. അങ്ങനെ വേണം. മറ്റൊന്ന്, ഇനിയുള്ള ഈ ഒരു വർഷത്തേക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബാങ്കിങ്, ധനകാര്യ സ്ഥാപനങ്ങൾ, പിന്നെ നമ്മളെ കൊടുക്കൽ വാങ്ങൽ, ഇതിലെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജ്യോതിഷ കൈരളിയിൽ. ധനം എന്തുകൊണ്ട് നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ കടം വർദ്ധിക്കുന്നു, ധനപരമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ക്ലേശം വരുന്നു, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരം അനിഷ്ട സമയം വരുമ്പോഴാണ് അതായത് എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പിന്നീട് പരിതപിക്കാൻ ഇടവരാത്ത രീതിയിൽ നമ്മൾ ചില അബദ്ധങ്ങളിൽ പെട്ടു പോകുന്നത്. ജാമ്യം നിൽക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, മധ്യസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ലാത്ത സമയമാണ്. അതേസമയം വ്യാഴം അഷ്ടമത്തിൽ മറന്നെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം സർപ്പൻ വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ്. 4 വലിയ കുഴപ്പം ചെയ്യത്തില്ല. കേതു 10-ലും ശനി 5-ലുമാണ്. അപ്പോൾ ശനിയും വലിയ ദോഷം ചെയ്യത്തില്ല. ചില കാര്യങ്ങൾ പഠനത്തിലും മറ്റൊക്കെ കുറച്ച് അലസത കുട്ടികൾക്കുണ്ടാക്കും. അത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ശനിയെ സംബന്ധിച്ച് 5-ൽ നിൽക്കുന്നതുകൊണ്ട് ശനി നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ആൾക്കാരുടെ അടുത്തും കൂടി ഒന്ന് ആലോചിച്ച് എന്ത് കാര്യം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് എന്ത് കാര്യവും ചെയ്യാവും.
ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരു വർഷത്തേക്ക് 1.5 വർഷത്തോളം നമ്മൾ കേതു 10-ലാണ്. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. അപ്പോൾ കേതു മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാക്കത്തില്ലേ. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെ ജോലി, അതായത് മേലധികാരികളുടെ താക്കീത് വരാതെ സൂക്ഷിക്കുക, ജോലിയിൽ നമ്മൾ നല്ല ശ്രദ്ധ പുലർത്തുക, സസ്പെൻഷൻ വരാതെ സൂക്ഷിക്കുക. പ്രൈവറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിലവിലുള്ള ജോലി വിട്ട് പുതിയതിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കരുത് പെട്ടെന്ന്. അതുപോലെ തന്നെ നിലവിൽ നമ്മളുള്ള ജോലിയിൽ നമുക്കൊരു പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാം. അപ്പോഴും ക്ഷമയോടെ നമ്മളത് കാത്തിരിക്കാൻ തയ്യാറാവണം. കാരണം വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് അടുത്ത വരും, ആ സമയത്ത് അത് ഗുണം വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും സമയം കുറച്ച് മോശമാണെന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ നമ്മുടെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും വൃശ്ചികക്കൂറായി ഈ നക്ഷത്രക്കാരുടെ ഓരോരുത്തരുടെയും ജാതകം വേറെ വേറെയാണ്. ഇപ്പം അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വൃശ്ചികക്കൂറുകാരായ 1000 വ്യക്തിയുണ്ടെങ്കിൽ അവരുടെ ജാതകം 1000 ആയിരിക്കും, അതിനകത്ത് വ്യത്യാസം കാണും. അപ്പോൾ അവരുടെ ജന്മനാലുള്ള ഇപ്പോഴത്തെ ദശയും അപഹാരവും അവരുടെ ജന്മനാലുള്ള ഗ്രഹങ്ങളുടെ സപ്പോർട്ടും അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരും. അവർക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നേക്കാം. അവിടെയെല്ലാം ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട്, ജ്യോതിഷം നമുക്കൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. നമ്മൾ അതിനകത്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചും നമ്മുടെ യുക്തിയും ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് ഒരു ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഈശ്വരൻ ഒരുപാട് ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി യോഗമുള്ളൊരു ജാതകമാണ്. നിങ്ങൾ തീരുമാനിക്കും സർക്കാർ ജോലിക്ക് ഞാൻ ആപ്ലിക്കേഷൻ അയക്കില്ല, ഞാൻ ശ്രമിക്കുന്നില്ല, കിട്ടുമോ? സെയിം ആസ് നമുക്ക് ഈശ്വരാനുഗ്രഹം എത്ര തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതും അത് നിലനിർത്തുന്നതും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും താമ്പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മുടെയും കൂടെ യുക്തിയും ബുദ്ധിയും കൂടെയാണ്. നമുക്ക് ജ്യോതിഷം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശ്വാസമേ പാടുള്ളൂ, അന്ധവിശ്വാസം പാടില്ല. ഇതിനൊന്നും പെട്ടെന്നുള്ള എന്താ പറയുക, അത്ഭുതകരമായി നടക്കുന്ന പൂജകളോ പരിഹാരങ്ങളോ ഒന്നുമില്ല. നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ പരിശ്രമവും കൂടിയാണ് അതിനകത്ത്. നമ്മൾ തന്നെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക ജപമൊക്കെ കൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ജാതകത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചില ഗുണകരമായ അനുഭവങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് മുടങ്ങി നിന്നവർക്ക് വിവാഹം നടക്കും. നിങ്ങൾക്ക് ചില സഹായങ്ങൾ ബന്ധുക്കൾ വഴിയോ ഒക്കെ വരാം. കുടുംബപരമായി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മളിട്ടിരുന്ന സ്വത്തോ ധനമോ ഒക്കെ തിരിച്ചു വരാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അഷ്ടമത്തിലാണ് വ്യാഴം മറഞ്ഞു നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജാതകാൽ വ്യാഴം കുറച്ച് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കടബാധ്യത വരാതെ ഉള്ളതുകൊണ്ട് സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെ പറ്റും. തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട കാലമാണെന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും ബിസിനസ്സിലും കർമ്മത്തിലും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തികളിലും നമ്മുടെ ജോലിയിലും ഒക്കെ ഒരു ജാഗ്രത പുലർത്തണം. അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനോ ഒക്കെ വേണ്ടി നിങ്ങൾക്ക് അതിനകത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. കോൾ ഞാനധികം അറ്റൻഡ് ചെയ്യാറില്ല. കാരണം നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് തന്നെ ധാരാളം ക്ലയൻസിൻ്റെ ഒരു തിരക്കെനിക്കുണ്ട്. ഒരു 1-2 ആഴ്ച ഞാൻ അപ്പോയിൻമെൻറ്റ് ഇപ്പോഴേ അഡ്വാൻസ് ആണ്. എങ്കിലും നമുക്ക് നിങ്ങളുടെ മറുപടികൾ ഞാൻ ക്ഷമയോടെ എൻ്റെ സമയം അനുസരിച്ച് നോക്കി വേണ്ടത് നൽകിക്കൊള്ളും. നിങ്ങളുടെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളെല്ലാവർക്കും നല്ലത് വരട്ടെ. അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.